ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. അങ്ങനെ ഇന്ന് നമ്മൾ ഡേ 14 ആയി. സോ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഡേ 14ലേക്ക് വരിക. അതിനു മുന്നേ നമ്മൾ 14 എന്ന് പറയുമ്പോൾ നമ്മൾ 2 ആഴ്ചയായി. സോ നമ്മൾ ഇതുവരെ ഇത് നിർത്തിപ്പോണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ടേക്ക് എ മിനിറ്റ് ടു അപ്രീഷിയേറ്റ് അവർ സെൽസ്. ഐ എം പ്രൗഡ് നമ്മളെല്ലാവരും ഇവിടെ എത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാവിങ് എ മാജിക്കൽ ഡേ. നമ്മൾ രാവിലെ തൊട്ടേ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ രാവിലെ തൊട്ടേ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതിൻ്റെ പ്രാക്ടീസിൻ്റെ രീതിയും എല്ലാം നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് മുന്നേയുള്ള പല ആക്ടിവിറ്റീസിലും, പിന്നെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ഒക്കെ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനത് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന്. പക്ഷെ അതുകൊണ്ട് ഞാൻ ആ സൈഡിലേക്ക് പോകുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ടോപ്പിക്ക് പിന്നെയും പിന്നെയും പറയുന്നത് ആവർത്തന വിരസതയാണല്ലോ. സോ നമുക്കത് വേണ്ട. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക്, പ്രോപ്പർ ടാസ്കിലേക്ക് ആക്ച്വലി പോകാനാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും താങ്ക്സ് കൊടുക്കുന്നത്. സോ നമ്മൾ ഇതുപോലത്തെ, അതായത് സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയായിരുന്നു, നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ താങ്ക്സ് പറഞ്ഞ് എണീറ്റ് നമ്മൾ ഓരോ സ്റ്റെപ്പിനും താങ്ക്സ് പറഞ്ഞ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ താങ്ക്സ് പറഞ്ഞു പോയി നമ്മളൊരു ഫുൾ ഡേ താങ്ക്സ് പറഞ്ഞൊരു ദിവസം നമ്മൾ ചെയ്തിട്ടില്ലേ. ഇതും അതായിട്ട് കുറച്ച് സിമിലർ ആണ്. പക്ഷെ നമ്മളിപ്പോൾ അതിനെ നമ്മളൊരു ഫ്യൂച്ചറായിട്ട് കാണുന്ന ഒരു ഫ്യൂച്ചർ വേർഷനാണ് ചെയ്യുന്നത്. മറ്റത് നമ്മൾ എന്താ ചെയ്തത്, ഞാനിപ്പോൾ ഒരു സാധനം എടുക്കുമ്പോൾ എനിക്ക് ഈ സാധനം കിട്ടിയാൽ ഞാൻ താങ്ക്സ് പറയുന്നു. ഇന്നത്തേതെന്ന് പറഞ്ഞാൽ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഇതെനിക്ക് എടുക്കാമല്ലോ എന്നുള്ള ഒരു സാധനമില്ലേ, നമ്മൾ എടുക്കുന്നതിന് മുന്നേ നമ്മൾ താങ്ക്സ് പറയണം. അതാണ് ഇന്നത്തേത്. സോ നിങ്ങൾക്കത് മനസ്സിലായി, എനിക്ക് കുറച്ച് സംശയമുണ്ട്. എന്തായാലും ഇതിൻ്റെ കുറച്ച് വൃത്തിക്ക് പറയാം. ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒന്ന് സെറ്റായിട്ടിരിക്കണം. രാവിലെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്കൊന്ന് ഫുൾ ഡേ കവർ ചെയ്യണമെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് തന്നെ രാവിലെ ഓൾറെഡി കഴിഞ്ഞു പോയില്ല. സോ രാവിലെ തന്നെ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. രാവിലെ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കണം എങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോകാൻ പോകുന്നത്. ആൻഡ് ഇന്ന് പോകാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നമ്മൾ താങ്ക്സ് പറയണം. പക്ഷെ അപ്പോഴും വേറൊരു കാര്യമുണ്ട്, ഈ മാനിഫെസ്റ്റേഷൻ ട്രിക്കി പാർട്ട് നമ്മൾ എപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നടന്നു കഴിഞ്ഞതുപോലെ വേണം ആലോചിക്കാൻ. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ഫുൾ ആലോചിക്കുമ്പോൾ ഈ ദിവസം ഓൾറെഡി കടന്നു പോയ പോലെ, അതായത് ഇന്ന് കഴിഞ്ഞു, ഞാൻ ഇന്ന് രാത്രിയൊക്കെ ഇരുന്ന് ആലോചിക്കുകയാണെങ്കിൽ ഞാനത് എങ്ങനെയായിരിക്കുമോ പറയുന്നത്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇന്ന് നല്ല കാര്യമുണ്ടായതിന് താങ്ക്സ്, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഞാൻ എങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് കിട്ടിയതിന് താങ്ക്സ്, ഇന്ന് രാവിലെ ഞാൻ പോയപ്പോൾ നല്ലതായിരുന്നതിന് താങ്ക്സ്. ഇങ്ങനെ അല്ലാതെ ഇനി നടക്കാൻ പോകുന്നതിന് താങ്ക്സ് എന്നല്ല നമ്മൾ പറയുന്നത്, നടന്ന് കഴിഞ്ഞതിന് താങ്ക്സ്. പക്ഷെ നമ്മൾ രാവിലെ തന്നെ പറയണം നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമ്മൾ ഒരു സാധനം പോലും ഇടാൻ പാടില്ല. ഇപ്പം ഞാൻ രാവിലെ ഇരുന്ന് ഉച്ചക്കത്തേക്ക് ആലോചിച്ചു, ഉച്ചയ്ക്ക് ഇരുന്ന് രാത്രിത്തേക്കാൾ ആലോചിച്ചു, അങ്ങനെ പോയാൽ പോരാ. നമ്മൾ ഫുൾ ഡേയും ഒരുമിച്ച് പാക്ഡായിട്ട് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഈ ടു ഡു ലിസ്റ്റ് ഇടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി പ്ലാനിങ് തലേദിവസം ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങൾ ഡെയിലി പ്ലാനിങ് നോക്കി അറിയാമല്ലോ നിങ്ങളുടെ ഡേ എക്സാക്ട്ലി എങ്ങനെയാണെന്ന്. സോ നിങ്ങൾ അത് നോക്കി നേരെ താങ്ക്സ് നോക്കി പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്കറിയാമല്ലോ നമ്മുടെ ദിവസം ബേസിക്കലി എങ്ങനെയാണ് പോകുകയെന്ന്. സോ നമ്മൾ ആലോചിച്ച് നമ്മൾ താങ്ക്സ് പറയണം. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും താങ്ക്സ് പറയണം. ഇപ്പോൾ നമ്മളൊരു ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമേ അല്ലാത്ത കാര്യങ്ങളും, അങ്ങനെ പല കാറ്റഗറിയിലുള്ള കാര്യങ്ങളും ഉണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളോടൊപ്പം തന്നെ. എന്നാൽ നമ്മൾ ഈ താങ്ക്സ് കൊടുക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല. നമ്മൾ ആലോചിക്കാമല്ലോ, ഇതെനിക്ക് ഇഷ്ടമല്ല, ഇതെനിക്കൊന്നും കിട്ടില്ല, ഞാൻ എന്തിനാണ് താങ്ക്സ് കൊടുക്കണം. അങ്ങനത്തെ ഒരു സാധനമേ നമ്മുടെ ലൈഫിലില്ല. നമുക്ക് ഒരു സാധനത്തിന് നമുക്ക് താങ്ക് യുവിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ ഇല്ല. സോ നിങ്ങൾക്കിപ്പോൾ ഒരു സാധനം നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമല്ലാത്തത്, നിങ്ങൾക്ക് ആ സാധനം ചെയ്യാനുള്ള കുറച്ച് പാടാണ്, അതുകൊണ്ടാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് രാവിലെ എന്തെങ്കിലും ഒരു സാധനം കളക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകേണ്ടതെന്ന് വിചാരിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഈ കളക്ഷൻ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്, നിങ്ങൾ എന്നവിടെ ചെന്നാലും അവിടെ ഭയങ്കര ക്യൂ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഇഷ്ടമല്ലാത്തത്. തേങ്ങ ഇനിയിപ്പോൾ പോയിട്ട് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ ഞാൻ പോകാൻ, ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്. പക്ഷെ നിങ്ങൾ അതിനോട് താങ്ക് യു പറഞ്ഞു നോക്ക്. നിങ്ങൾ എല്ലാ ദിവസവും എനിക്ക് ഇന്ന് ഒരു തിരക്കില്ല എന്ന് പറയരുത്, കാരണം നെഗറ്റീവാണല്ലോ. സോറി, ഞാൻ ഓർത്തില്ല. നമ്മൾ നേരെ ഞാൻ ചെന്നപ്പോഴേ എനിക്ക് സാധനം മേടിച്ച് പോകാൻ പറ്റിയതിൽ താങ്ക്സ് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ അതിന് ഓൾറെഡി നമ്മൾ മനസ്സിൽ വിചാരിച്ച് താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും പവർഫുള്ളായിട്ട് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ അത് ചെല്ലാൻ എനിക്ക് എന്ത് സോറി ഗൈസ്, എന്താ അറിയില്ല, എന്തോ പറയുമ്പോൾ എന്തോ അപാകതയുണ്ട്. ഞാനിതിപ്പോൾ കുറേ വട്ടം ഈ വീഡിയോ റീടേക്ക് എടുത്തു, അതുകൊണ്ട് ഞാൻ ഇനിയും ഇത് കട്ട് ചെയ്ത് അടുത്ത വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോറി വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തിരക്കേ ഉണ്ടാവില്ല, നിങ്ങൾക്ക് നേരെ ചെന്ന് സാധനം വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ അത്ര ഞാൻ ഉദ്ദേശമുള്ളൂ. അതായത് നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ സാധനം ഇഷ്ടമല്ലല്ലോ എന്നോർത്ത് നമ്മൾ അതിനെപ്പറ്റി തന്നെ കോൺഷ്യസ് ആയിട്ടിരുന്നാൽ അത് അങ്ങനെ തന്നെ എല്ലാ ദിവസവും നടക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് അതേ രീതിയിൽ നടക്കും. അതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാധനം. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ സകല പ്ലാനിങ് നടത്തുമ്പോൾ ഞാൻ ഇന്ന് രാത്രി എൻ്റെ ഇത്രയും ഭംഗിയായ ഒരു ദിവസം എങ്ങനെ പോയി എന്ന് ഞാൻ താങ്ക് യു പറയുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ രാവിലെ ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് താങ്ക് യു പറയുന്നത്. അതായത് ഓൾറെഡി നടന്നു കഴിഞ്ഞതുപോലെ എന്നെ ഈ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇത്രയും പ്ലാനിങ്ങും ഇത്രയും ദിവസത്തെ, നമുക്കൊരു ദിവസം എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് ആയിരിക്കുമല്ലോ. സോ നിങ്ങൾ അതിനനുസരിച്ച് സമയം എടുത്ത് വേണം പ്ലാൻ ചെയ്യാൻ. ഈ എല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. താങ്ക് യു ഫോർ ദി ഗ്രേറ്റ് ന്യൂസ് ദാറ്റ് ഈസ് കമ്മിങ് ടു മീ ടുഡേ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ അതും, പക്ഷെ നിങ്ങൾ അത്രയും പവർഫുള്ളായിട്ട് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യണം. അതായത് പിന്നെ എനിക്ക് ഇപ്പം എന്ത് ഗ്രേറ്റ് ന്യൂസ് വരാൻ, എന്നാലും വരികയാണെങ്കിൽ വരട്ടെ, ഇതിന് ഇരിക്കട്ടെ, താങ്ക് യു ഫോർ ദി ഗ്രേറ്റ് ന്യൂസ് ദാറ്റ്സ് കമ്മിങ് ടു മീ ടുഡേ, അങ്ങനെ പറയരുത്. കാരണം നിങ്ങൾക്കത് വരുമോ, അതെന്ത് വരാനാ എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മനസ്സിലിരുന്നിട്ടാണ് നിങ്ങളത് വിചാരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വരില്ല, അത് നിങ്ങൾക്ക് വരാനേ പോകുന്നില്ല. സോ നിങ്ങളത് വിശ്വസിക്കണം, ദാറ്റ് സംതിങ് ഗ്രേറ്റ് ഇസ് ഗോയിങ് ടു കം ടു യുവർ ഇയേഴ്സ് ടുഡേ. ആ വിശ്വാസത്തിൽ താങ്ക് യു സോ മച്ച് ഫോർ ദി ഗ്രേറ്റ് ന്യൂസ് ദാറ്റ് ഇസ് കമ്മിങ് ടു മീ ടുഡേ എന്നും കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ രാവിലത്തെ ആക്ടിവിറ്റി കഴിയും. പക്ഷെ അപ്പോഴും ഇന്ന് നമ്മളിത് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്യാതിരിക്കരുത്. കാരണം കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് നമ്മൾ ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണല്ലോ, ശരിക്കും നടന്നു കഴിഞ്ഞ കാര്യമാണല്ലോ പറയുന്നത്. സോ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സും ചെയ്യണം, ഈ ആക്ടിവിറ്റിയും ചെയ്യണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ മാജിക് റോക്ക് എടുത്ത് താങ്ക് യു പറയണം. ബൈ ഗൈസ്.